ഒന്നും സാധിക്കുവാൻ കഴിയാത്തതുപോലെ നിരാശയും ചിന്തകളും എന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പഴയകാലത്ത് ചെയ്തതായ പാപങ്ങൾ എന്നെ വേട്ടയാടുന്നു എന്നുള്ള നിരാശയിലായിരിക്കുകയാണോ? കർത്താവ് യേശുക്രിസ്തു നിനക്കൊരു പുതിയ ജീവിതം നൽകുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. നിന്റെ പഴയ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് വീണ്ടും വിഷമിക്കുകയാണെങ്കിൽ അത് നിനക്ക് കൂടുതൽ ദുഃഖം കൊണ്ടുവരികയുള്ളൂ. അതെല്ലാം വിട്ട് ഉപേക്ഷിച്ച് ഏറ്റുപറഞ്ഞാൽ യേശുക്രിസ്തു വിശ്വസ്തനായ ഒരു ദൈവമാകുന്നു. നമ്മുടെ പാപമെല്ലാം നാം ഉപേക്ഷിച്ച് ഏറ്റുപറയുകയാണെങ്കിൽ അവൻ വിശ്വസ്തനായ ദൈവമായിരിക്കുന്നതുകൊണ്ട് നമ്മളെ വിശുദ്ധരാക്കി മാറ്റുന്ന ദൈവമാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ കാലത്ത് ചെയ്ത പാപങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ആ വിഷയത്തെ ഓർത്ത് നിങ്ങൾ പശ്ചാത്തപിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുക. യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കുക. നിരാശപ്പെടരുത്, തളർന്നു പോകരുത്, വീണു പോകരുത്. യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോവുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണമെങ്കിൽ ആ വിഷയം ഞങ്ങളെ ഇപ്പോൾ തന്നെ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ എപ്പോഴും ഒരുക്കമായിരിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കുക. ദൈവം അത്ഭുത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ഇടയാ.